ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ പൊട്ടിയ ബോംബായിരുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഒരു കത്ത്. അയ്യപ്പ സംഗമം ചരിത്രത്തിൽ ഇടം പിടിക്കുമെന്നും വിജയാശംസകൾ നേർന്നുമാണ് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് അയച്ചത്. അയ്യപ്പ സംഗമം തട്ടിപ്പാണെന്നും വോട്ട് വിഴുങ്ങാനുള്ള നാടകമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ബി.ജെ.പി ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത്. ഇതിനു പുറമെ വലിയ രീതിയിലുള്ള വിമർശനവും ഉയർത്തിയാണ് ബി.ജെ.പി കളം പിടിച്ചത്. എന്നാൽ യോഗി ആദിത്യനാഥിന്റെ ഒറ്റക്കത്തിൽ ബി.ജെ.പിയുടെ പ്രതിഷേധം അലിഞ്ഞ് ഇല്ലാതെയായി. കത്തിനെ തള്ളിയാൽ അത് ബി.ജെ.പിയെ അപമാനിക്കുന്നതിന് തുല്യമാകും. ഇനി കത്ത് അംഗീകരിക്കുകയാണെങ്കിൽ അത് CPM തീരുമാനങ്ങൾ അംഗീകരിച്ചു എന്നാകും. കഴിച്ചിട്ടിറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും സാധിക്കാത്ത അവസ്ഥയിലാണ് ബി.ജെ.പി നിൽക്കുന്നതെന്ന് പറയേണ്ടി വരും. ആഗോള അയ്യപ്പ സംഗമത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് യോഗി ആദിത്യനാഥ് എഴുതിയ കത്ത് ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തെ വെട്ടിലാക്കി എന്ന കാര്യത്തിൽ മാത്രം തർക്കമില്ല. ബി.ജെ.പിയുടെ കേരള നേതൃത്വം അയ്യപ്പ സംഗമത്തെ വിമർശിക്കുകയും പരിപാടി ബഹിഷ്കരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ബി.ജെ.പിയുടെ സ്റ്റാർ ക്യാമ്പയിനറായ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പരിപാടിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയത് ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിന് വലിയ തിരിച്ചടിയായി. ഭാവി പ്രധാനമന്ത്രി എന്ന് ബി.ജെ.പി വാഴ്ത്തുന്ന നേതാവാണ് യോഗി. സമ്മേളനത്തോട് സഹകരിക്കേണ്ടതില്ലെന്ന കാര്യത്തിൽ സംസ്ഥാന ബി.ജെ.പിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. SNDP, KPMS, NSS തുടങ്ങിയ പ്രമുഖ ഹിന്ദു സംഘടനകൾ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കരുതെന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടിരുന്നു. അതേസമയം വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു ഐക്യവേദി തുടങ്ങിയ ഹിന്ദുത്വ സംഘടനകൾ സംഗമത്തോട് സഹകരിക്കേണ്ടെന്ന് തീരുമാനിക്കുകയുമായിരുന്നു. ആഗോള അയ്യപ്പ സംഗമം വളരെ പ്രാധാന്യമർഹിക്കുന്ന ചടങ്ങാണെന്ന് യോഗി ആദിത്യനാഥ് പറയുമ്പോഴും പമ്പയിൽ നടക്കുന്നത് അയ്യപ്പ സംഗമം അല്ല, CPMന്റെ രാഷ്ട്രീയ സംഗമമാണെന്ന നിലപാടിലാണ് ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. അതേസമയം ബി.ജെ.പി ദേശീയ നേതൃത്വത്തെയും പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ യോഗി ഭരണത്തെയും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന CPMലെ മന്ത്രി തന്നെ ദേവസ്വം ബോർഡിനെ മുൻനിർത്തി സർക്കാർ നടത്തുന്ന പ്രധാന ക്യാമ്പയിനിൽ യോഗിയുടെ കത്ത് വായിച്ചത് രാഷ്ട്രീയ പാപ്പരത്വം ഇരട്ടത്താപ്പാക്കുമെന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട്. സർക്കാരിനെ ആക്രമിക്കാനായി യോഗിയുടെ കത്ത് ആയുധമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. യോഗിയുമായി ഒരു രീതിയിലും സഹകരിക്കില്ലെന്ന് പല രീതിയിലും CPM നിലപാട് സ്വീകരിച്ചിരുന്നു. തരം കിട്ടുമ്പോൾ സംസ്ഥാനത്തെ എന്നും അപമാനിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ്. എന്നിട്ടും യോഗിയുടെ കത്ത് CPM ബി.ജെ.പിയെ തല്ലാൻ ഉപയോഗിക്കുന്നതിൽ കോൺഗ്രസിന് അതൃപ്തിയുണ്ട്. പരാജയമായ മാറിയ ആഗോള അയ്യപ്പ സംഗമം യോഗിയുടെ കത്ത് വന്നതോടെ ദേശീയ തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ ഒരു രീതിയിലും ചർച്ചയാക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ നീറി നിൽക്കുകയാണ് ബി.ജെ.പി എന്നും പറയേണ്ടി വരും.